നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റിനും US-ഉം സമാധാനപരമായ ആണവോർജ്ജ മേഖലയിലുള്ള സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ബഹ്റിനു വേണ്ടി വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും US-നു വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അമേരിക്കൻ ഐക്യനാടുകളിലെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് നടപടി. ആണവോർജ്ജ മേഖലയിൽ രാജ്യവും US-ഉം തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിര വികസനത്തിലും ഊർജ്ജ സുരക്ഷയിലും നല്ല പങ്ക് അംഗീകരിക്കുന്നതിനും ഈ കരാർ ലക്ഷ്യമിടുന്നു. ആണവോർജ്ജ മേഖലയിൽ ബഹ്റിനും US-ഉം തമ്മിലുള്ള സഹകരണത്തെയും ഡോക്ടർ അൽ സയാനെ അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ കരാർ എന്നും അദ്ദേഹം വ്യക്തമാക്കി. സുരക്ഷിതവും വിശ്വസനീയവുമായ ആണവോർജ്ജം നൽകുന്നതിനും ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും കുറഞ്ഞ കാർബൺ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകൾ വിന്യസിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും ഡോക്ടർ അൽ സയാനെ കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനും കുടുംബ സൗഹൃദവേദിയുടെ പ്രസിഡന്റുമായ മോനി ഒടിക്കണ്ടത്തലിന്റെ മകൻ മെർവിൻ തോമസ് മാത്യുവിന്റെ ആകസ്മിക വേർപാടിൽ കുടുംബ സൗഹൃദവേദി അനുശോചനം രേഖപ്പെടുത്തി. BMC ഹാളിൽ ചേർന്ന അനുശോചന യോഗത്തിൽ രക്ഷാധികാരി അജിത് കണ്ണൂർ, മുൻ പ്രസിഡന്റ് ജേക്കബ് തേക്കുന്തോട്, ആക്ടിംഗ് സെക്രട്ടറി ജയേഷ് താന്നിക്കൽ, മറ്റു ഭാരവാഹികളായ സലാം അമ്പാട്ടുമൂല, ഗോപാലൻ VC, അൻവർ നിലമ്പൂർ, അബ്ദുൽ മൻഷീർ, മനോജ് പീലിക്കോട്, സാമൂഹിക പ്രവർത്തകരായ ചെമ്പൻ ജലാൽ, EV രാജീവൻ, ഗണേഷ് കുമാർ, തോമസ് ഫിലിപ്പ്, രത്നാകരൻ, വിനയചന്ദ്രൻ, അബ്ദുസലാം AP, പ്രമോദ് NV, ഷാജുറാം, വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ കരിപ്പൂർ എയർപോർട്ടിനടുത്ത് വെച്ച് മരിച്ച KMCC ബഹ്റൈൻ മെമ്പറായിരുന്ന മുഹമ്മദ് അഫ്സലിന് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരവും പ്രാർത്ഥനയും നാളെ ജൂലൈ 18 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മനാമയിലെ കേന്ദ്ര KMCC ഓഫീസിൽ നടക്കും. മുഹമ്മദ് അഫ്സലിന്റെ വേർപാടിൽ KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും KMCC ബഹ്റൈൻ തിരൂർ മണ്ഡലം കമ്മിറ്റിയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. 2 മാസം മുൻപാണ് മുഹമ്മദ് അഫ്സൽ ബഹ്റൈനിലെത്തിയത്. മാഹൂസിൽ ഒരു കോൾഡ് സ്റ്റോറിലായിരുന്നു ജോലി. ബഹ്റൈനിലെത്തിയ ഉടൻ തന്നെ മലപ്പുറം ജില്ലാ കണക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായി KMCC മെമ്പർഷിപ്പ് എടുത്ത് തിരൂർ മണ്ഡലം കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് വിട്ടുമാറാത്ത പനി കാരണം ഹോസ്പിറ്റലിൽ പോയിരുന്നു. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി ബന്ധുക്കൾ നാട്ടിലേക്ക് പറഞ്ഞയച്ചതായിരുന്നു. കരിപ്പൂർ എയർപോർട്ടിനടുത്ത് വെച്ചാണ് മരണം സംഭവിച്ചത്. മരണവാർത്ത അറിഞ്ഞ ഉടൻ കൊണ്ടോട്ടി ഹോസ്പിറ്റലിൽ ബഹ്റൈൻ KMCC മലപ്പുറം ജില്ലാ മുൻ ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തകനുമായ റിയാസ് ഒമാനൂരിന്റെ നേതൃത്വത്തിൽ രാത്രി മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും വരെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ, KMCC തിരൂർ മണ്ഡലം ഭാരവാഹികൾ, KMCC മെമ്പർ ഷാഹുൽ വരമ്പാന എന്നിവരടക്കം പുനത്തലയിലെ വീട്ടിൽ പോയി ഖബറടക്കത്തിലും ചടങ്ങിലും പങ്കെടുക്കുകയും വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. മുൻ ബഹ്റൈൻ പ്രവാസിയായ മുഹമ്മദ് സാഹിബിന്റെ മകനും KMCC ബഹ്റൈൻ തിരൂർ മണ്ഡലം ട്രഷറർ ജാസിർ കന്മനത്തിന്റെ ഭാര്യാപിതാവിന്റെ പെങ്ങളുടെ മകനുമാണ് മുഹമ്മദ് അഫ്സൽ. കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് CV പത്മരാജന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ ദേശീയ കമ്മിറ്റി ദുഃഖം രേഖപ്പെടുത്തി. കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടിയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്നും IYCC ബഹ്റൈൻ അഭിപ്രായപ്പെട്ടു. പത്മരാജന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി പങ്കുചേരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. കോൺഗ്രസ് നേതാവും 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാമത് അനുസ്മരണം നാളെ വൈകുന്നേരം 5 മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുമെന്ന് OICC ദേശീയ കമ്മിറ്റി അറിയിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം തുടങ്ങിയ പരിപാടികളോടുകൂടി നടക്കുന്ന പ്രോഗ്രാമിൽ ബഹ്റൈനിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും. അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യവുമായി കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ട ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് ഇടപെടൽ നടത്തി ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാന്ത്വനം നൽകിയ ഉമ്മൻചാണ്ടിക്ക് UN അവാർഡ് ലഭിച്ചത് ബഹ്റൈനിൽ വെച്ചാണ്. 2ാമത് അനുസ്മരണ സമ്മേളനത്തിലേക്ക് ബഹ്റൈനിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നതായി OICC ആക്ടിംഗ് പ്രസിഡന്റ് ജവാദ് വക്കം, ജനറൽ സെക്രട്ടറി മനു മാത്യു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ നിസാർ കുന്നംകുളത്തിൽ, രജിത് മുട്ടപ്പാറ എന്നിവർ അറിയിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ.
our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. വിമാന സീറ്റ് ക്വാട്ട വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ധാരണയായി. ഇതോടെ പ്രതിവാര സീറ്റുകളുടെ എണ്ണം 12,000-ൽ നിന്ന് 18,000 ആകും. 50% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഏവിയേഷൻ സെക്രട്ടറി സമീർ കുമാർ സിൻഹയും കുവൈറ്റിന്റെ DGCA പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് അൽ മുബാറക്കുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. സീറ്റുകളുടെ എണ്ണം കൂടുന്നത് ടിക്കറ്റ് നിരക്ക് കുറയുന്നത് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ടാക്കും. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള വിമാന സീറ്റ് ക്വാട്ട ഇതിനു മുൻപ് വർദ്ധിപ്പിച്ചത് 18 കൊല്ലം മുൻപാണ്. 8,320-ൽ നിന്നായിരുന്നു 12,000-ആക്കി വർദ്ധിപ്പിച്ചത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം എങ്ങനെ തകർന്നു വീണു എന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെ സീനിയർ പൈലറ്റിനെ സംശയനിഴലിലാക്കി അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലിൽ റിപ്പോർട്ട്. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് സീനിയർ പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആണെന്ന് സംശയിക്കുന്നതായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അമേരിക്കൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളോട് പ്രതികരിച്ചിട്ടില്ല. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളെ ഉദ്ധരിച്ചാണ് വാൾ സ്ട്രീറ്റ് ജേണലും റോയിറ്റേഴ്സും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അപകടത്തിൽപ്പെട്ട ബോയിംഗ് 787 വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്ന് AIBIB റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത് യാന്ത്രികമായി സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നും മനുഷ്യ ഇടപെടൽ കൊണ്ടാകാമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. വീണ്ടും ഒരു ഇടവേള. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരത്തിന്റെ പങ്ക് തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഇക്കാര്യത്തിൽ ഒരു വിവരമില്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വധശിക്ഷ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ചില വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമവും നടത്തിയിരുന്നുവെന്നും നിയമസഹായവും നൽകിയിരുന്നുവെന്നും രൺധീർ ജയ്സ്വാൾ വിശദമാക്കി. ബോയിംഗ് 787 വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനത്തിന് സാങ്കേതിക തകരാറുകളില്ലെന്ന് എയർ ഇന്ത്യ. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട് തകർന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണ സ്വിച്ചുകൾ ഓഫായതായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോയിംഗ് 787, 737 വിമാനങ്ങളുള്ള രാജ്യത്തെ എല്ലാ വിമാന കമ്പനികളുടെയും ഇന്ധന സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനം പരിശോധിക്കാൻ DGCA നിർദ്ദേശം നൽകിയത്. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവം അങ്ങേയറ്റം ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിഥുന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന ബന്ധുക്കളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അനുശോചനം രേഖപ്പെടുത്തുന്നു. അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കും. മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു.
കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് പുറത്തിറക്കി സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ചേർന്ന് വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ എന്നീ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനും അറിയിപ്പിൽ പറയുന്നു. അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ളിടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാണെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.